ഏഴര ശനി. ഒരു വ്യക്തിയുടെ ജന്മരാശിക്ക് മുൻപിലും പിൻപിലുമായി ശനി സഞ്ചരിക്കുന്ന ഏകദേശം 7.5 വർഷക്കാലത്തെ ആ കാലഘട്ടത്തെയാണ് ഏഴര ശനി എന്ന് വിളിക്കുന്നത്. ശനി ഓരോ രാശിയിലും 2.5 വർഷം വീതമാണ് സഞ്ചരിക്കുന്നത്. ഏഴര ശനിയുടെ ഘട്ടങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് ഇനി വിശദീകരിക്കാം. എപ്പോഴാണ് ഏഴര ശനി ഉണ്ടാകുന്നത്? നിങ്ങളുടെ ജന്മരാശിയുടെ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി തൊട്ടടുത്ത 3 രാശികളിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനി അനുഭവപ്പെടുക. 1. ആദ്യ ഘട്ടം വെച്ചുകാലം, ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ ശനി എത്തുമ്പോൾ. 2. രണ്ടാം ഘട്ടം ജന്മശനി, ശനി നിങ്ങളുടെ ജന്മരാശിയിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ. 3. മൂന്നാം ഘട്ടം ഇറക്കകാലം, ജന്മരാശിയുടെ 2ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ. ഓരോ ഘട്ടത്തിലെയും പ്രധാന ഫലങ്ങൾ. ആദ്യ ഘട്ടം 12ാം ഭാവം, അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുക, ഉറക്കമില്ലായ്മ, ദൂരയാത്രകൾ, മാനസികമായ അസ്വസ്ഥതകൾ എന്നിവ ഈ കാലത്ത് ഉണ്ടായേക്കാം. രണ്ടാം ഘട്ടം ജന്മരാശി, ഇതിനെയാണ് ഏറ്റവും കഠിനമായ കാലമായി കണക്കാക്കുന്നത്. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടാതിരിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സന്ധിവേദന, ക്ഷീണം, കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ വരാം. മൂന്നാം ഘട്ടം 2ാം ഭാവം, സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ നേരിടാം, സംസാരത്തിൽ നിയന്ത്രണം വേണം, അല്ലെങ്കിൽ വാക്കുകൾ മൂലം തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങും. DNA ആസ്ട്രോളജിയിലെ കാഴ്ചപ്പാട്. DNA ആസ്ട്രോളജി പ്രകാരം ഏഴര ശനി എന്നത് വെറുമൊരു കഷ്ടകാലമല്ല, മറിച്ച് കർമ്മശുദ്ധീകരണ കാലമാണ്. ഈ സമയത്ത് നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ഫലം ലഭിക്കും. ക്ഷമയോടും അച്ചടക്കത്തോടും കൂടി പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിക്കാനും വ്യക്തിത്വ വികസനത്തിനും സഹായിക്കും. പൂർവികർക്ക് നൽകേണ്ട കടമകൾ. പിതൃകർമ്മങ്ങൾ ശരിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ ശനി വലിയ ദോഷങ്ങൾ നൽകില്ല. ദോഷ പരിഹാരങ്ങൾ. അയ്യപ്പ സ്വാമി ഭജനം, ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനവും നീരാജനം വഴിപാടും നടത്തുക. 2. ഹനുമാൻ പ്രാർത്ഥന, ശനിദോഷം മാറാൻ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉത്തമമാണ്. 3. ശിവക്ഷേത്ര ദർശനം, ശനിയാഴ്ചകളിൽ ശിവന് ധാരയോ കൂവളമാലയോ സമർപ്പിക്കുക. 4. സേവനം, പാവപ്പെട്ടവർക്കും രോഗികൾക്കും സഹായം നൽകുക. മുതിർന്നവരെ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് ശനിയെ പ്രീണിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. 5. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം, കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും ഉത്തമമാണ്.